ക്യാപ്റ്റൻ മില്ലർ. അത്യാവശ്യം കുഴപ്പമില്ല. ആക്ഷൻ സീൻസൊക്കെ കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട്. അരുൺ മാതേശ്വരി നല്ല പണിയെടുത്തിട്ടുണ്ട്. വെപ്പൺസ് ആയിക്കോട്ടെ, ആക്ഷൻ കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, എക്സ്പ്ലോഷൻസ് ആയിക്കോട്ടെ, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യാമറ മാത്രം ഇത്തിരി പ്രശ്നമായിപ്പോഴും ഭയങ്കര ഷേക്കിങ്, അങ്ങനെ കടന്നിങ്ങനെ കുലുങ്ങുക. അപ്പോൾ എൻ്റെ പുറകിൽ കുറച്ച് ഡോക്ടർ ടീംസ് വെള്ളം അടിച്ചിട്ട് അവന്മാർ കുറേ കമൻ്റൊക്കെ പറഞ്ഞ് ഫുള്ള് അലമ്പായിരുന്നു. അവന്മാർ എന്ത് ക്യാമറ ചെറുതായി ഷേക്ക് ചെയ്യണ പോലെ തോന്നുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ സംഭവം നമ്മൾ കടന്ന് അനുഭവിക്കണം. ഇത് ക്യാമറ ഭയങ്കര ക്ലോസപ്പാണ്. ശരിക്കും ധനുഷിൻ്റെ ഓരോ ഹെയർ സ്റ്റാൻഡ് വരെ നമുക്ക് കൃത്യമായിട്ട് എണ്ണിയെടുക്കാൻ പറ്റും. അത്രയ്ക്കും ക്ലോസിലാണ് വെച്ചിരിക്കുന്നത് ഒരുവിധ എല്ലാ ഷോട്ടും. പിന്നെ വൈഡുമ്പോൾ നല്ല പക്ക വൈഡായിരിക്കും. പക്ഷേ സംഭവം സിനിമാറ്റോഗ്രാഫി അടിപൊളിയുണ്ട്. വിഷ്വൽസൊക്കെ പക്കായിട്ട് വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ ഷേക്കിങ് മാത്രം ഇടയ്ക്ക് ഒരു ചെറുതായിട്ടൊരു തലയൊക്കെ ഒരുമാതിരി ആണ പരിപാടിയാണ്. അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ പീരിയഡ് ബേസ്ഡ് മൂവിയാണ്. അറബൽ ടീംസ്, ബ്രിട്ടീഷും പിന്നെ അവിടുത്തെ രാജാക്കന്മാരും അവർ തമ്മിലൊക്കെ കോൺഫ്ലിക്ട്സാണ് മെയിനായിട്ട് പടം ചർച്ച ചെയ്യുന്നത്. പിന്നെ അതിൽ ഇൻറ്റേർണൽ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബ്യൂട്ടിഫുള്ളായി ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ധനുഷിൻ്റെ അഭിനയം എടുത്ത് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി ആ റേഞ്ചിൽ തന്നെ ചെയ്ത് പിടിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ ശിവരാജ് കുമാർ ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലും പുള്ളിക്ക് ചെയ്യേണ്ട റോള് അത്യാവശ്യമുണ്ട്. അത് പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു സർപ്രൈസ് എലമെൻ്റൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് പടം ഫസ്റ്റ് തന്നെ ഒക്കുപ്പായിരുന്നുള്ളൂ. അതായത് ഒരു ഇമോഷണൽ കണക്ടിവിറ്റി. പിന്നെ പടം ഇങ്ങനെ പോകുന്നു, ലാഗും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഫീലാവില്ല. അപ്പോൾ ഹോസ്റ്റലർ സംഭവിച്ചതാണ്, ഒരു ഇമോഷണൽ കണക്ട് കിട്ടിയത് മമ്മൂക്ക വന്നതിന് ശേഷമാണ്. അപ്പോൾ അതുവരെ പടം ഒരുമാതിരി പോവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണൊന്ന് സെറ്റായത്. പക്ഷേ വന്നപ്പോഴേക്കും അങ്ങനെ ബാക്ക് സ്റ്റോറി അങ്ങനെ പോയി. അപ്പോൾ ഇതിലങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നെങ്കിൽ അതൊക്കെ ഒരു കണക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അതായത് ആ ഫസ്റ്റ് ഡയലോഗ് പറയും, പിന്നെ അത് ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ ആ കണക്ട് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫൈങ് ഫീലിംഗാണ്. ഇതിലെ ക്യാരക്ടറൈസേഷൻ കൊടുത്ത എല്ലാ കാസ്റ്റും പക്കായിട്ട് ചെയ്യേണ്ട അതിൻ്റെ എമോഷൻസൊക്കെ നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്യാമറ അത്രയും ക്ലോസപ്പിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പറയാതിരിക്കുകയാണ്. പിന്നെ ഇതിൽ ലേഡി ക്യാരക്ടേഴ്സിനൊക്കെ നല്ല റോൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രിയങ്ക മോഹനായിക്കോട്ടെ, വേറൊരു ആളുടെ ഒരു നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ഹെവി റോൾസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാരക്ടറൈസേഷൻ നോക്കുമ്പം അത്യാവശ്യം കുഴപ്പമില്ല. പീരിയഡ് ബേസ്ഡ് മൂവി നോക്കുമ്പോൾ ഒരു എബോവ് ആവറേജ് ആണെങ്കിൽ എങ്കിലും ടോപ്പ് ഓഫ് ലെവലിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ കണ്ടിട്ട് പറയും. എന്തായാലും ഒരു തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്.